സത്യത്തിൽ ഇനിയും നമ്മുടെ ഗവൺമെൻറ്റും അല്ലെ ഭരണ സംവിധാനങ്ങളും എല്ലാം ചെയ്യേണ്ട കാര്യം, ഇനി ഇതുപോലൊരാൾക്ക് ഒരു ആപത്തോ അങ്ങനെയൊന്നും വരാതെ നമ്മൾ, അതായത് ഭരണം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാവപ്പിഴകളോ അങ്ങനെയൊക്കെ ഉണ്ടപ്പം അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതുപോലെ തന്നെ ഇനിയൊരു ടീം മാനേജ്മെൻറ്റും ഇപ്പം ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് അതിനെതിരെ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ഒക്കെ ഉണ്ടാകുന്നത്. ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒരു കാരണവശാലും വണ്ടിയൊന്നും പോകാനോ ഒന്നും അനുവദിക്കരുത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റും മറ്റ് അതോറിറ്റികളും ഒക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ദുരന്തങ്ങൾ കിട്ടും. കാരണം ഇതിപ്പം ഇതിലെ കടക്കല്ലെന്നും ഇതിലെ മണ്ണിടിച്ചിലുള്ളതാണെന്നും ഒക്കെ നമുക്ക് വർഷങ്ങളായിട്ട് അവിടെ ഉള്ളവർക്ക് അറിയാവുന്ന, അതായത് ആ വലിയൊരു കൂന പോലുള്ള സംഭവം ഇടിച്ചിട്ട് ആ സൈഡിൽ കൂടെ വണ്ടി വരുന്നത്. അപ്പോൾ അതേ മണ്ണ് വരും അല്ലെങ്കിൽ ഇത് ഉണ്ടാകും എന്നൊക്കെ മുന്നറിയിപ്പുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടോ അവരെന്നെ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ഗവൺമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള ചെറിയ ചെറിയ ഡിസാസ്റ്ററുകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുന്ന ചില സൈഡുകളിൽ, മൂന്നാർ ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന ചില റൂട്ടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ കഷ്ടത്തിൽ വണ്ടി, അതായത് വലിയ കീഴ്ക്കാൻ തൂക്കമായിട്ടുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് വണ്ടി പോകുന്നത്. അപ്പം ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു വഴിയേ അത് കാണത്തുള്ളൂ. അപ്പോൾ അതിനൊക്കെ സേഫ്റ്റി എപ്പോഴും ചെക്ക് ചെയ്യുവാണെങ്കിൽ ഒരുപക്ഷെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള വലിയ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. വലിയ അപകടങ്ങളൊന്നുമല്ല, ഇനിയും ഒരുപക്ഷെ ഈ മഴയൊക്കെ മഴയൊക്കെ വലിയ ശക്തിക്ക് പെയ്യുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിയൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കുകയെങ്കിലും ചെയ്യണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കടയൊക്കെ വെക്കാനോ അല്ലെങ്കിൽ അത് അനുമതി കൊടുക്കരുത് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു കട വയ്ക്കുവാണെങ്കിൽ തന്നെ നമുക്കറിയാം, ഒരു കട അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത് ഒരു കട, നാരങ്ങ വെള്ള കടയോ അങ്ങനെയൊക്കെ കട വെക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ വന്നുകൂടുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും ഒരുപാട് ആൾക്കാരെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ഒഴിവാക്കാം. അതുപോലെ തന്നെ ഇതുപോലെ യൂട്യൂബേഴ്സ് അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ ഇതുപോലൊക്കെയുള്ള സംഗതി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അധികാരികളുടെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. വീഡിയോ ഒക്കെ എടുക്കുന്ന, നമ്മളെപ്പോഴും ഫോണുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളെപ്പോഴും വീഡിയോ എടുത്ത് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം.